എൻറ്റോറിയ എന്ന രാജ്യത്ത് ഒരു കഥ നിലനിന്നിരുന്നു. അവസാനത്തേതായ ഡ്രാഗൺ ഇപ്പോഴും ഒരു അഗാധമായ താഴ്വരയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പലരും കെട്ടുകഥയെന്ന് വിശ്വസിച്ച ഈ കഥയുടെ പൊരുളറിയാൻ എരിൻഡോർ എന്ന യുവാവ് യാത്ര പുറപ്പെടുന്നു. മാന്ത്രിക വനത്തിന്റെ തിരിയണഞ്ഞ വെളിച്ചത്തിൽ തന്റെ അതിമനോഹരമായ കുതിരയെ ചവിട്ടി എരിൻഡോർ മുന്നോട്ട് നീങ്ങുന്നു. വനത്തിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എരിൻഡോർ അന്ധകാരം തീരുന്ന ഭാഗത്ത് പ്രകാശിക്കുന്ന ഒരു അജ്ഞാത ഗ്രന്ഥം കാണുന്നു. അത് തുറന്നപ്പോൾ അതിൻ്റെ വരികളിൽ പ്രകാശം പടർന്നു. ഒരു പ്രവചനത്തിൻ്റെ വാക്കുകൾ മിഴിവോടെ തെളിഞ്ഞു. അതിനിടയിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പേരായിരുന്നു: എരിൻഡോർ. ആ ഗ്രന്ഥത്തിൽ നിന്ന് എക്കോസിൻ്റെ താഴ്വരയിലേക്കുള്ള ഒരു രഹസ്യ ഭൂപടം അവൻ കണ്ടെത്തുന്നു. അതനുസരിച്ച് തണുപ്പിൻ്റെ ഭീകരമായ നിഴൽ പർവ്വതങ്ങളിലേക്ക് അവൻ യാത്ര തുടങ്ങി. അന്തരീക്ഷം ശൂന്യമായിരുന്നു, പക്ഷേ ആകാശത്തിൽ തെളിഞ്ഞ ഒരു മായാവി ചിഹ്നം അവൻ്റെ ലക്ഷ്യസ്ഥാനം സൂചിപ്പിച്ചു. ഒടുവിൽ ആ ഹിമപർവ്വതത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന മഹാഡ്രാഗൺ വാരിയത്തോണിന്റെ മുൻപിൽ അവൻ എത്തുന്നു. നീ എന്താണ് തേടുന്നത്? വാരിയത്തോൺ അതിൻ്റെ ആഴമേറിയ ശബ്ദത്തിൽ ചോദിച്ചു. സത്യം, അവൻ മറുപടി പറഞ്ഞു. ഇത് ലോകത്തിൻ്റെ ഹൃദയം, ഡ്രാഗൺ പറഞ്ഞു. ഇതിൽ നിന്നാണ് എല്ലാ ജീവശക്തിയും ഉത്ഭവിക്കുന്നത്. ഇത് നശിച്ചാൽ ഭൂമി ഇരുണ്ടതാവും, മായാജാലം നിലച്ചു പോകും. നീ വളരെ ദൂരം സഞ്ചരിച്ചു എരിൻഡോർ. ഈ ലോകത്തിൻ്റെ ഭാവി ഇനി നിന്റെ കൈകളിലാണ്. എരിൻഡോർ kept the secret of last dragon for the survival of the world. എൻറ്റോറിയ എന്ന രാജ്യത്ത് ഒരു കഥ നിലനിന്നിരുന്നു. അവസാനത്തേതായ ഡ്രാഗൺ ഇപ്പോഴും ഒരു അഗാധമായ താഴ്വരയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പലരും കെട്ടുകഥയെന്ന് വിശ്വസിച്ച ഈ കഥയുടെ പൊരുളറിയാൻ എരിൻഡോർ എന്ന യുവാവ് യാത്ര പുറപ്പെടുന്നു. മാന്ത്രിക വനത്തിന്റെ തിരിയണഞ്ഞ വെളിച്ചത്തിൽ തന്റെ അതിമനോഹരമായ കുതിരയെ ചവിട്ടി എരിൻഡോർ മുന്നോട്ട് നീങ്ങുന്നു. വനത്തിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എരിൻഡോർ അന്ധകാരം തീരുന്ന ഭാഗത്ത് പ്രകാശിക്കുന്ന ഒരു അജ്ഞാത ഗ്രന്ഥം കാണുന്നു. അത് തുറന്നപ്പോൾ അതിൻ്റെ വരികളിൽ പ്രകാശം പടർന്നു. ഒരു പ്രവചനത്തിന്റെ വാക്കുകൾ മിഴിവോടെ തെളിഞ്ഞു. അതിനിടയിൽ